Hello everyone, welcome to LoxGen. I'm Advocate Swati, faculty of LoxGen. So today I'm here with a new topic on BNS, that is attempt in BNS. So നമ്മൾ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് എൻ ക്രിമിനൽ ഒഫൻസ്? ഒരു ക്രൈമിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? സോ നമുക്കറിയാം ഒരു ക്രൈമിന് 4 സ്റ്റേജസ് ഉണ്ട്. ദാറ്റ് ഇസ് ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ് ആൻഡ് കമ്മിറ്റൽ. അപ്പോൾ ഈ 4 സ്റ്റേജസ് കംപ്ലീറ്റ് ആയാലാണ് ഒരു ഒഫൻസ് ഒരു കംപ്ലീറ്റ് ഒഫൻസ് ആകുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ 4 സ്റ്റേജസും കഴിയാതെ തന്നെ ചില സ്റ്റേജസ് മാത്രം കംപ്ലീറ്റ് ആയാൽ തന്നെ അതൊരു ഒഫൻസ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിപ്പറേഷൻ ടു വേജ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഒഫൻസ് ആണ്. അതിനകത്ത് പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി 2 സ്റ്റേജസ് ആയ അറ്റംപ്റ്റോ അല്ലെങ്കിൽ കമ്മിറ്റൽ അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ് ഇല്ല. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ഒരു ഒഫൻസ് ആണ്, ബട്ട് ഇതിനകത്ത് 4 സ്റ്റേജും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഈ 4 സ്റ്റേജസും കംപ്ലീറ്റ് ആകാത്ത ഒഫൻസുകളെയാണ് നമ്മൾ ഇൻക്വയറ്റ് ഒഫൻസ് എന്ന് പറയുന്നത്. ഇൻക്വയറ്റ് ഒഫൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി ഒഫൻസ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ഒഫൻസ് നമ്മൾ പറയുന്നത്. സോ that's about inchoate offense. Now coming to inchoate offenses under BNS-ൽ ചാപ്റ്റർ 4ലാണ് പ്രിലിമിനറി ഒഫൻസസ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ഒഫൻസിനെ പറ്റി പറയുന്നത്. ചാപ്റ്റർ 4ൽ സെക്ഷൻ 45 ടു സെക്ഷൻ 62 വരെയാണ് നമ്മൾ പ്രിലിമിനറി ഒഫൻസിനെ പറ്റി നമ്മൾ BNS-ൽ പറയുന്നത്. അതായത് അബറ്റ്മെന്റ്, കോൺസ്പിറസി ആൻഡ് അറ്റംപ്റ്റ് എന്നുള്ള ഈ 3 ഒഫൻസിനെ പറ്റി ഡീൽ ചെയ്യുന്നത് ചാപ്റ്റർ 4ലാണ്. ഈ നമ്മളൊരു ഇൻക്വയറ്റ് ഒഫൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്താണ്? മെൻസ്രിയ, മെന്റൽ എലമെന്റ് ആയിട്ടുള്ള ക്രിമിനൽ റോങ് അല്ലെങ്കിൽ മെൻസ്രിയ ഉണ്ട്. അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ട്, ഇപ്പോൾ പ്രിപ്പറേഷനിലാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓവേർട്ട് ആക്ട്, ആൻഡ് ഓൾസോ ഇൻ അറ്റംപ്റ്റിലാണെങ്കിൽ അക്കംപ്ലിഷ്ഡ് ആയിട്ടില്ല, പക്ഷേ ജസ്റ്റ് വി ആർ കമ്മിറ്റിംഗ് സം ആക്ട് ഫോർ ഫുൾഫില്ലിംഗ് അവർ റോങ്ഫുൾ ഇൻറ്റൻഷൻ ഓർ അവർ റോങ്ഫുൾ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഓരോ സ്റ്റേജസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻറ്റൻഷൻ ഓർ മെൻസ്രിയ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ ആസിറ്റസ് ഒഫൻസ് ആണോ BNS-ൽ? ഒരിക്കലും ഇൻറ്റൻഷൻ ആസിറ്റസ് നമുക്ക് ഒരു ഒഫൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് വൈ? കാരണം ഒരാൾക്ക് ഇൻറ്റൻഷൻ ഉണ്ടോ, ഒരു നെഗറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ റോങ്ഫുൾ ഇൻറ്റൻഷൻ ഉണ്ടോ ഒരു ഒബ്ജക്റ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരിക്കലും മറ്റൊരാൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷൻ എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒരിക്കലും ഒരു ഒഫൻസ് അല്ല. പക്ഷേ ബാക്കിയുള്ള സ്റ്റേജസ്, നെക്സ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ. Offenses where preparation alone is punishable. The first one is section 149 BNS, that is preparation to wage war with the government of India. The second one is section 154 BNS, that is committing depredation on territories of foreign state at peace with the government of India. And the next one is section 110 clause 4, that is preparation to commit dacoity. പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് സീരിയസ് ഒഫൻസുകളിലൊക്കെ നമുക്കറിയാം, ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, പ്രിപ്പറേഷൻ ചില സാഹചര്യങ്ങളിൽ ഒഫൻസ് ആണ്. ഫോർ എക്സാമ്പിൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള അറ്റംപ്റ്റ്, ഓഫ് കോഴ്സ് അറ്റംപ്റ്റ് നമ്മളെ BNS-ൽ ഒരു ഒഫൻസ് ആണ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അറ്റംപ്റ്റ് അണ്ടർ BNS. എന്താണ് അറ്റംപ്റ്റ്? സെക്ഷൻ 62 ഓഫ് BNS ആണ് അറ്റംപ്റ്റിനെ കുറിച്ച് പറയുന്നത്. Section 62 of BNS, punishment for attempting to commit offences punishable with imprisonment for life or other imprisonment. Whoever attempts to commit an offence punishable by this Sanhita with imprisonment for life or imprisonment, or to cause such an offence to be committed, and in such attempt does any act towards the commission of the offence, shall, where no express provision is made by this Sanhita for the punishment of such attempt, be punished with imprisonment of any description provided for the offence, for a term which may extend to 1/2 of the imprisonment for life, or as the case may be 1/2 of the longest term of imprisonment provided for that offence, or with such fine as is provided for the offence, or with both. സെക്ഷൻ 62 ഓഫ് BNS പ്രകാരം അറ്റംപ്റ്റിനെ ഒരു പ്രത്യേക ഒഫൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സെക്ഷൻ 62-ൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു BNS-ൽ പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് വിച്ച് ഇസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു പണിഷ്മെൻറ്റ് എത്രയാണോ, ഫോർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ടേം ഓഫ് ഇംപ്രിസൺമെൻറ്റിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 1/2 പണിഷ്മെൻറ്റ് അറ്റംപ്റ്റ് ചെയ്ത ഒരാൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് സെക്ഷൻ 62-ൽ പറയുന്നത്. ഇനി ഒരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള അഞ്ജലിൻ്റെ വീട്ടിൽ പോയിട്ട് മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അഞ്ജലിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. എല്ലാം ഡോർസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ ഗോൾഡ് ഓർണമെന്റ്സ് മോഷ്ടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു ഗോൾഡ് ഓർണമെന്റിന്റെ ബോക്സ് എടുക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു
ബോക്സിനകത്ത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇല്ല, എനിക്ക് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഐ ഹാവ് അറ്റംപ്റ്റഡ് ടു കമ്മിറ്റ് ദാറ്റ് ഒഫൻസ്. സോ ഞാൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് തെഫ്റ്റിന് ഞാൻ ലയബിളാണ്, ആ ഒരു ക്രിമിനൽ ലയബിലിറ്റി എൻ്റെ തലയിൽ ഉണ്ട്, ആൻഡ് ഐ വിൽ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് അണ്ടർ അറ്റംപ്റ്റ് ടു തെഫ്റ്റ്. അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പോക്കറ്റ് അടിക്കാരൻ ആണെന്ന് കരുതിക്കോളൂ. ഞാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടി റാൻഡമായിട്ട് പോകുന്ന ഒരാളെ പോക്കറ്റിൽ കൈയിട്ടു, പക്ഷേ അയാളെ പോക്കറ്റിൽ ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഒരു ഒഫൻസും, അതായത് ഒരു തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ അവിടെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. സോ ഐ വിൽ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് ഫോർ അറ്റംപ്റ്റ് ടു തെഫ്റ്റ്. സോ BNS സെക്ഷൻ 62 അറ്റംപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അറ്റംപ്റ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻറ്റൻഷൻ, ഒരു റോങ്ഫുൾ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു മെൻസറിയ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇസ് ലൈക്ക് സം ആക്ട് ഷുഡ് ബി കമ്മിറ്റഡ് ഫോർ അക്കംപ്ലിഷിംഗ് ദാറ്റ് ഒഫൻസ്. അതായത് ആ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാൾ ഷുഡ് ഹാവ് കമ്മിറ്റഡ് സം ആക്ട് ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദാറ്റ് ക്രിമിനൽ ഒഫൻസ്. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഒഫൻസ് അക്കംപ്ലിഷ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഒഫൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വിച്ച് ഇസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ അല്ലെങ്കിൽ ബിയോണ്ട് ഹിസ് അപ്രിഹെൻഷൻ ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചതിനാൽ അയാൾക്ക് ആ ഒരു ക്രിമിനൽ ഒഫൻസ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 കാര്യമാണ് നമ്മൾ അറ്റംപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് അല്ലെങ്കിൽ അടുത്തൊരു കാര്യം നമ്മൾ അറ്റംപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആക്ച്വലി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിപ്പറേഷൻ ആൻഡ് അറ്റംപ്റ്റ്. ഇപ്പോൾ ഒരു പ്രിപ്പറേഷൻ എന്താണ്, അറ്റംപ്റ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 2 സ്റ്റേജസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക, ഏത് പോയിന്റിലാണ് നമുക്കൊരു പ്രിപ്പറേഷൻ ഒരു അറ്റംപ്റ്റ് ആകുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ സുപ്രീം കോർട്ട് ഹാസ് ലെയ്ഡ് ഡൗൺ ഡിഫറെൻറ്റ് ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റൂൾസ് ഫോർ ഡിസ്റ്റിങ്ക്വിഷിംഗ് ബിറ്റ്വീൻ അറ്റംപ്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ. ഇൻ അമൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, ദാറ്റ് ഈസ് AR 2004 ജഡ്ജ്മെൻറ്റിനകത്ത് സുപ്രീം കോർട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അറ്റംപ്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ. And there is only a very thin layer between the stage of attempt and preparation. So attempt and preparation ഇടയിൽ ഒരു ഭയങ്കര തിൻ ലെയറേ ഉള്ളൂ. And in certain circumstances it is also very difficult to distinguish between attempt and preparation. അറ്റംപ്റ്റും പ്രിപ്പറേഷനും തമ്മിൽ ചില സാഹചര്യങ്ങളിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ. ആൻഡ് എങ്ങനെ നമ്മൾ ഇത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യും? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദാറ്റ് കേസ്. സോ ഇനി നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ആൻഡ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, ദർ ആർ 3 important doctrines based on this. So the very first important doctrine is the rule of proximity. Rule of proximity വെച്ച് നമുക്ക് എങ്ങനെയാണ് അറ്റംപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എന്താണ് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ റൂൾ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്, ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ടൈം ആൻഡ് ആക്ഷൻ. അതായത് നമ്മളൊരു ഒഫൻസ് ചെയ്യാൻ പോകുന്നതിനെ തൊട്ട് മുന്നേ വരെ നടന്നിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ ആ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നേ നമ്മൾ ചെയ്ത കാര്യമാണ് അറ്റംപ്റ്റ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നിയർ ടു ദ ഒഫൻസ്, ഓർ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് മുന്നേ ചെയ്ത കാര്യം അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പിന് മുന്നേ ചെയ്തൊരു കാര്യം ഒരിക്കലും അറ്റംപ്റ്റ് ആകുന്നില്ല, അതെപ്പോഴും എന്താണ് പ്രിപ്പറേഷൻ ആകും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോക്സിമിറ്റി റൂൾ. ദ നെക്സ്റ്റ് ഡോക്ട്രിൻ ഇസ് ലോക്കസ് പ്യൂനിറ്റൻഷ്യേറ്റ്. സോ വാട്ട് ഡസ് ദിസ് മീൻസ്? അതായത് സപ്പോസ് ഐ എം ഗോയിങ് ടു ഡു എൻ ആക്ട്, ഒരു റോങ്ഫുൾ ആക്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കത്തിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തീയിടാൻ പോവുകയാണ്. ആൻഡ് ഇതിന് വേണ്ടിയുള്ള കെറോസിൻ ആൻഡ് ലൈറ്റർ എല്ലാം എടുത്ത് ഞാൻ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട് തീയിടാൻ വേണ്ടി പോവുകയാണ്. ബട്ട് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് കുറച്ച് മുന്നേ എനിക്ക് തോന്നുകയാണ്, എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്മാറി പോകുകയാണ്. സോ അവിടെ ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അത് വേണ്ട അല്ലെങ്കിൽ തെറ്റായി പോയി, ഒരു ഗിൽറ്റി മൈൻഡ് വന്നിട്ട് ഞാൻ അതിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഒരു അറ്റംപ്റ്റ് നടന്നിട്ടില്ല, അവിടെ ഒരു പ്രിപ്പറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. സോ ദ നെക്സ്റ്റ് ഡോക്ട്രിൻ ഈസ് ഡോക്ട്രിൻ ഓഫ് ഇക്വക്കാലിറ്റി. സോ ഇറ്റ് ഇസ് ലൈക്ക് ഇതൊരു സ്റ്റെപ്പ്, ഇറ്റ്സ് എൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ദ ഡോക്ട്രിൻ റൂൾ ഓഫ് പ്രോക്സിമിറ്റി. അതായത് ദ ആക്ട് ഷുഡ് ബി വെരി ഡെഫിനിറ്റ്. നമ്മളൊരു കാര്യം ഡെഫിനിറ്റ് ആയിട്ട് ചെയ്യാൻ പോകുകയാണ് എന്ന് വേണം. ആൻഡ് ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ടേൺ ബാക്ക് പാടില്ല. ഇറ്റ് ഷുഡ് ബി വെരി അൺഇക്വോക്കൽ. ദാറ്റ്സ് ഓൾ വിത്ത് ദ ഡോക്ട്രിൻ ഓഫ് ഇക്വക്കാലിറ്റി. ആൻഡ് ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായി, അറ്റംപ്റ്റിനെ തന്നെ BNSൽ ഒരു സെപ്പറേറ്റ് ഒഫൻസ് ആയിട്ട് സെക്ഷൻ 62 പറയുന്നുണ്ട്. ഇനി അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണ്? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇനി 62 അല്ലാതെ തന്നെ നമുക്കറിയാം BNSൽ പല ഒഫൻസുകളിലും അറ്റംപ്റ്റ് ഒരു ഒഫൻസാണ്. ഫോർ എക്സാമ്പിൾ, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മേർഡർ അല്ലെങ്കിൽ അറ്റംപ്റ്റ്
ടു വേജ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഈ കാണുന്ന എല്ലാ ഒഫൻസുകളും എന്താണ്, അറ്റംപ്റ്റിന് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. ഇഫ് യു ആർ ജനറലി സ്പീക്കിംഗ്, അറ്റംപ്റ്റ് ഇസ് എ പണിഷബിൾ ഒഫൻസ് അണ്ടർ BNS, whatever is the offense. So that's all. I hope you understood everything and all the ambit of attempt under BNS. Thank you.